ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രേസമ്മയുടെ മകൻ്റെ മുറിയെല്ലാം രേവതിക്കുട്ടി നല്ല നീറ്റായിട്ട് വെച്ചു കേട്ടോ. പൊടിയും വലയും എല്ലാം കളഞ്ഞ് ഫോട്ടോകളെല്ലാം ഒരിടത്ത് അടുക്കി വെച്ച് മതിലൊക്കെ നല്ല നീറ്റായിട്ട് ഓരോന്ന് അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഫോട്ടോയിൽ അൾത്താര പോലെ തന്നെ വലിയ മെഴുകുതിരിയൊക്കെ കൊളുത്തി, ശാമ്പ്രാണി തിരിയൊക്കെ കൊളുത്തി ആ മുറിക്കകത്ത് വല്ലാത്തൊരു സുഗന്ധവും പരത്തി നല്ല പോസിറ്റീവ് എനർജിയുള്ളൊരു മുറിയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഗ്രേസമ്മ അങ്ങോട്ട് വരുന്നത്. മകൻ്റെ മുറിയിലേക്ക് സാധാരണ കയറാറേ ഇല്ല, വല്ലാത്തൊരു ഭയവും ഇതൊക്കെയാണല്ലോ അവർക്ക്. പക്ഷേ ഇന്നത്തെ ആ ഒരു മണവും അവിടെ നിന്നുള്ള ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ അവൾ എന്താ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഡോറ് തള്ളി തുറക്കാട്ടോ. റൂമിനകം കാണുന്ന ഗ്രേസമ്മ ആകെ ഞെട്ടിത്തരിച്ച് പോവാണ്. ഇത്ര മനോഹരമായിരിക്കുന്നു, എന്ത് ജീവനുള്ള ഒരാൾ എങ്ങനെയായിരിക്കും ആ മുറി കൊണ്ട് നടക്കുക, അതുപോലെ ഇരിപ്പുണ്ട്. അപ്പോൾ ഗ്രേസമ്മയെ കാണുമ്പോൾ രേവതിക്കുട്ടി ഓടിച്ചെന്ന് കൈ പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുവരിക. വാ ആൻറ്റി, കാണും എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ തന്നെ ഗ്രേസമ്മ പറയാം, മോളെ നീ ഇത്രത്തോളം മാറ്റിയെടുത്തു ഇത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മകൻ എൻ്റെ അടുത്ത് ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. അതാ ഞാൻ ആൻറ്റി പറഞ്ഞത്, നമ്മുടെ സ്നേഹിക്കുന്നവർ നമ്മൾ കൂടെ ഉണ്ടെന്ന് തോന്നണമെങ്കിൽ ഇതുപോലെ അവരുടെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായും വെടിപ്പായിട്ടും ഇങ്ങനെ വയ്ക്കണം. അല്ലാതെ പൊടിയടിച്ച് വലിച്ചു വരിയിട്ടാൽ ശരിയാവോ? കഷ്ടം. എത്ര നാളാണ് നിങ്ങൾ ആ സ്വന്തം മകനെ ഒറ്റയ്ക്കാക്കിയത്. ഇപ്പോൾ കണ്ടില്ലേ, ആ പയ്യന് ഒരു കൂട്ടായി അമ്മയുണ്ട്, അച്ഛനുണ്ട്, എല്ലാവരും ഉണ്ടല്ലോ. അതുപോലെ ആൻറ്റിക്കും അങ്കിളിനും ആൻറ്റിയുടെ മോൻ തൊട്ടടുത്ത് തന്നെ ഇല്ലേ. ഇതാണ് നമുക്ക് വേണ്ടത്. എടി, ഇപ്പോൾ ഇവിടെ കണ്ടാൽ എനിക്ക് എന്താ തോന്നുന്നറിയോ? നമ്മൾ ചർച്ചിൽ പോയി നിന്ന് അൾത്താരയുടെ മുന്നിൽ നിൽക്കില്ലേ, അതുപോലെ അത്രയ്ക്ക് ആ ഒരു ഇതാണ് എനിക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ബെഡിലേക്ക് പോയിരിക്കേണ്ട മോൻ കിടന്നത്. അവിടെയൊക്കെ നല്ല വൃത്തിയാക്കി പുതിയ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട്. അവിടെ വന്നിരുന്ന് ഗ്രേസമ്മ പറയണം, മോനുള്ളപ്പോൾ ഇവിടെ കിടക്കുമ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് വന്ന് എപ്പോഴും സംസാരിക്കൂടി. പക്ഷേ അവൻ അവസാനം നിവർത്തി കേട്ട് എന്നോട് പറയും, ഓ ശല്യം, മമ്മി ഒന്ന് പോയി തരാമോ, ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന്. ഇപ്പോൾ കണ്ടില്ലേ, അവൻ ഉറങ്ങുമായിരിക്കുമല്ലേ, സുഖമായിട്ട് ഉറങ്ങട്ടെ. കാരണം ശല്യപ്പെടുത്താൻ ഞാനില്ലല്ലോ, അവൻ്റെ അടുത്ത് ഞാൻ ചെല്ലുന്നില്ലല്ലോ. നീ എത്ര വേണം ഉറങ്ങിക്കോ എന്നിങ്ങനെ പറഞ്ഞ് സ്വയം കരയുക. പക്ഷേ രേവതി അടുത്ത് ചെന്നിരുന്ന് ആ നെഞ്ചിലേക്ക് കേസമ്മയുടെ തല പിടിച്ച് ഇനി ചാച്ചി വെച്ചിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. പോട്ടെ ആൻറ്റി, ഒക്കെ ശരിയാവും. ഇനി നമ്മുടെ കൂടെ ഉണ്ടല്ലോ, നിങ്ങളുടെ മകൻ നിങ്ങളുടെ കൂടെ ഇല്ലേ, പിന്നെ നിങ്ങൾ എന്തിനായി വിഷമിക്കണേ എന്നൊക്കെ ചോദിക്കേണ്ട. അങ്ങനെ അവർ സമാധാനിക്കുകയാണ്. ബാലചന്ദ്രനാണെങ്കിൽ നമ്മുടെ അലീനക്കുട്ടിയുടെ ആ ഒരു ഫോൺ കോൾ വന്ന സമയം മുതൽ ടെൻഷനാണ്. അവിടുന്ന് കാറും എടുത്ത് നേരെ വീട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കാർ അവിടെ കൊണ്ടിട്ട് ഡോറൊക്കെ വീടിൻ്റെ ഗേറ്റെല്ലാം വായിച്ച് തുറന്നിട്ടാണ് അകത്തേക്ക് കയറിയ പാടെ തന്നെ സിറ്റൗട്ട് സൈഡിൽ രോഹിത്തിൻ്റെ ബൈക്കിരിക്കുന്നതും കൂടെ കാണുകയാണ്. അതും കൂടെ കാണുമ്പോൾ ദേഷ്യം പിടിച്ച് നേരെ മേളിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ രോഹിത്ത് റൂബിയെ അടുത്ത് പിടിച്ചിരുത്തി ആ ചുണ്ടുകളിലേക്ക് സ്നേഹത്തോടെ ഉമ്മ വയ്ക്കാനായിട്ട് പോവുക. അങ്ങനെ മുട്ടിക്കാറായി നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്നൊരു ഡോറിലൊരു തട്ട് കിട്ടുക. നേരത്തെയും ഇതുപോലൊരു അവസ്ഥ വന്നപ്പോഴാണല്ലോ അലീന വന്നത്. അപ്പോൾ വീണ്ടും അലീന തന്നെയായിരിക്കും എന്നും പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ച് ഡോർ അങ്ങോട്ട് തുറന്ന് എന്തിനടി എന്നും പറഞ്ഞു തുറക്കുക. മുന്നിൽ നിൽക്കുന്ന അച്ഛനാണെന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ടെൻഷനാവും കേട്ടോ. അന്തം വിട്ട് ആകെ പേടിച്ച് വിറയ്ക്കുന്നുണ്ട് രോഹിത്ത്. അപ്പോൾ ചോദിക്കുക, എന്താ അച്ഛൻ എന്താ വന്നേ? അല്ല, നീ എന്തേ കോളേജിൽ പോയില്ലേ? രാവിലെ നീ ഇവിടുന്ന് പോയതാണല്ലോ. ഞാൻ നേരത്തെ വന്നു. അത് ശരി, അതെന്താ? അല്ല, വെറുതെ വന്നതാ. ഇതിൽ അസുഖമുണ്ടോ നിനക്ക്? ഒരു അസുഖമില്ല. പിന്നെ എന്താ അച്ഛൻ വന്ന? അല്ല, എനിക്ക് നിൻ്റെ റൂമിനകത്തെ ആ ഡ്രോയ്ക്കകത്ത് ഞാനൊരു ചെറിയൊരു താക്കോലിട്ടിരുന്നു, അതെടുക്കാൻ വന്നതാ. എന്നെടുത്തോട്ടെ, കയറട്ടെ? അച്ഛൻ കയറിക്കോ. അങ്ങനെ പതിയെ ബാലചന്ദ്രനകത്തേക്ക് കയറി റൂമിന് 4 പാട് നോക്കുന്നുണ്ട്, ആരെയും കാണുന്നില്ല. എന്നിട്ട് ഡ്രോ പതുക്കെ തുറന്നിട്ട് പറയുന്നുണ്ട്, എടാ ഇതിനകത്താണല്ലോ അച്ഛൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ എങ്ങനെ വരാനാ? ഇവിടെ ഒന്നുമില്ല, അച്ഛനൊന്ന് പോയേ. എന്താടാ നീ ഇങ്ങനെ വെപ്രാളം പിടിച്ചോലെ പറയണേ? എന്താ നിനക്ക് പറ്റിയത്? പെട്ടെന്ന് തന്നെയാണ് ബെഡിലിരിക്കുന്നുണ്ട് റൂബിയുടെ ഫോണ്, അതങ്ങോട്ട് റിങ് ചെയ്യുക. പക്ഷേ സൗണ്ടില്ല കേട്ടോ, വൈബ്രേഷനാണ്. കോള് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ അത് കണ്ടു. ഇതാരുടെ ഫോണാണ് റിങ് ചെയ്യുന്നത്? അല്ല, ഇത് നിൻ്റെ ഫോണല്ലല്ലോടാ, നിനക്ക് വേറെ പുതിയ ഫോണുണ്ടല്ലോ. ഇതാരുടെയാ? അല്ല, അതെൻ്റെ ഫ്രണ്ടിൻ്റെയാ. എന്തിനാ നീ വാങ്ങി വന്നത്? അല്ല, അത് വാങ്ങി വന്നതല്ല, എൻ്റെ ഫ്രണ്ട് എൻ്റെ കൂടെ ഉണ്ട്. നിൻ്റെ കൂടെ ഉണ്ട്? എവിടെ? അല്ല, അത് എവിടെ നോക്കട്ടെ. അപ്പോൾ ഇവിടെ ആരോ ഉണ്ടല്ലോ, മാറ്, ഞാൻ നോക്കട്ടെ. അച്ഛനൊന്ന് പുറത്തോട്ട് പോയേ. ഞാൻ അങ്ങനെ ഓടിച്ചെന്ന് ഓരോ റൂം നോക്കുമ്പോൾ ഇല്ല. പക്ഷേ ബാത്റൂമിനകത്ത് നോക്കുമ്പോൾ ബാത്റൂം തുറക്കണില്ല. ബാത്റൂം അകത്തുനിന്ന് കുറ്റിയിട്ടേക്കുക. ആരാടാ ഇതിനകത്ത്? അത് നിൻ്റെ ഫ്രണ്ടായിരിക്കും അല്ലേ? ഒരു കാര്യം ചെയ്യും, വരാൻ പറ, ഞാൻ പുറത്ത് ഒന്ന് കാണട്ടെ. അച്ഛനൊന്ന് പോയേ. എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യം അച്ഛൻ എന്തിനാ നോക്കണം? അതെന്താടാ? എന്തായാലും എനിക്ക് പോകണം, അത്യാവശ്യമുണ്ട്. ഞാൻ പുറത്ത് നിൽക്കാം, നീ ഫ്രണ്ടിനോട് ഇറങ്ങി വരാൻ പറ, ഒന്ന് കണ്ടിട്ട് പോവാം, ഞാനിവിടെ ഒന്ന് പരിചയപ്പെടട്ടടാ എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നിൽക്കേട്ടോ ബാലചന്ദ്രൻ. നിവർത്തിയില്ലാതെ രോഹിത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അവസാനം ടെൻഷൻ കയറി എന്തും ചെയ്യാൻ എന്നുള്ളൊരിതിലായി രോഹിത്ത്. അങ്ങനെ
ഡോറ് തൊട്ടിട്ട് റൂബിയോട് പറയാം, റുബി അച്ഛനാ പോയില്ലേ അച്ഛൻ, ഈശ്വര പിടിക്കപ്പെട്ടോ, എന്നെ കണ്ടുപിടിച്ചോ, എന്നെ ചോദിക്കുന്നൊക്കെ കേട്ടല്ലോ ഞാൻ അപ്പോഴേ പറഞ്ഞതാ രോഹിത്തെ, ഞാൻ വരുന്നില്ല, പ്രശ്നമാവുന്നു, നീ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത്, എന്നിട്ടിപ്പം ഇങ്ങനെ ആയി, ഈശ്വര എനിക്ക് വയ്യ, പേടിയാവുന്നു, നീ നിൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്, അല്ലെങ്കിൽ നീ എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കാൻ നോക്കുക, അച്ഛൻ്റെ കണ്ണിൽ പെടാതെ. പറ്റില്ല റുബി, പറ്റിപ്പോയി, ഇനി എന്ത് ചെയ്യാൻ പറ്റും, അച്ഛൻ പുറത്ത് തന്നെയുണ്ട്, നിന്നെ കണ്ടിട്ടേ പോളൂ എന്നാണ് പറയണത്. അയ്യോ എനിക്ക് വയ്യ, ഞാൻ പോവില്ല. അവസാനം പുറത്തിറങ്ങിയിട്ട് പറയുന്നുണ്ട്, രോഹിത്ത് പറയാം, ഞാൻ ഡോറ് തുറക്കാൻ പോവാ, നീ പൊക്കോ. എന്താ രോഹിത്ത് പറയണത്, എനിക്ക് പേടിയാ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, പറ്റിപ്പോയി, ഇതെല്ലാം അവൾ ചെയ്ത കാര്യം, അവളാണ് നമ്മൾ ചതിച്ചത്. ആര്? ആ ലീന, ആ ജോലിക്കാരിയില്ലേ, അവൾ അച്ഛനെ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അച്ഛൻ ഈ സമയത്ത് വന്നത്, അല്ലെങ്കിൽ അച്ഛൻ സ്വർണ്ണക്കടയിൽ നിന്ന് വൈകിട്ട് മാത്രമേ വരുള്ളൂ. ഓ അത് ശരി, അവൾക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് എന്നിങ്ങനെ പറയട്ടോ രോഹിത്ത്. അങ്ങനെ ഇത്രയും നേരമായിട്ട് പുറത്തേക്ക് കാണാത്തോണ്ട് ബാലചന്ദ്രനെ വീണ്ടും ആ ഡോറ് തട്ടുക കേട്ടോ. അപ്പോൾ പതുക്കെ ഇറങ്ങി വരാണ് രോഹിത്. എന്നിട്ട് ചോദിക്കുന്നത്, എന്തിനാ അച്ഛൻ ഇങ്ങനെ ഇടന്ന് തട്ടുന്നത്? എടാ നിൻ്റെ ഫ്രണ്ടിനെ ഞാൻ ഒന്ന് കാണട്ടെ. എവിടെ? അച്ഛൻ എന്തിനാ അവനെ കാണുന്നത്? അച്ഛൻ ഒന്ന് പോയ മര്യാദയ്ക്ക്, അച്ഛൻ എൻ്റെ കാര്യത്തിൽ കൂടെ ഇടപെടുകയൊന്നും വേണ്ട. ആഹാ അതെന്താടാ അങ്ങനെ? നിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടേണ്ടതോ? അപ്പോൾ ഇത്രയും കാലം നീ വളർത്തിയത് ഞാനല്ലേ, ഇപ്പോഴും നിൻ്റെ കാര്യങ്ങളും ചിലവുകളൊക്കെ നോക്കുന്നത് ഞാൻ തന്നെയല്ലേ. നീ വലിയ കുടുംബക്കാരനൊന്നും ആയില്ലല്ലോ, അപ്പോൾ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കേണ്ട കടമ എനിക്കും ഉണ്ടല്ലോ. നോക്കട്ടെ. അപ്പോഴാണ് ദേ പറഞ്ഞിട്ട് പതുക്കെ കൂട്ടുകാരെന്ന് പറഞ്ഞ ആൾ കൂട്ടുകാരി. ആഹാ നീയായിരുന്നോ? ഇങ്ങോട്ട് ഇറങ്ങി ഇന്ന കൊച്ചേ, നീ എന്തിനാ ഇവരോട് വന്നേ? നീ അവരോട് പഠിക്കുന്നതാ? അതെ. എന്താ പേര്? റൂബി. അത് ശരി. അപ്പോൾ കോളേജിൽ കൂടെ പഠിക്കണവന്മാർ വിളിച്ചാൽ നീ ഇറങ്ങി വരുമോ? എന്നിട്ട് വീട്ടിനകത്ത് കയറി വന്നിരിക്കുക? നാണവും പേടിയൊന്നുമില്ലേ കൊച്ചു നിനക്ക്? അപ്പോഴാണ് ഉടനെ റൂബി പറഞ്ഞു കൊടുക്കുകയാണ്, അങ്കിളെ എന്നോട് ക്ഷമിക്കണം, പിന്നെ ഞങ്ങളൊക്കെ ന്യൂ ജനറേഷൻ അല്ലേ, ജൂനിയർ ജനറേഷൻ പിള്ളേരൊക്കെ ഇങ്ങനെ തന്നെ. ഓ അത് ശരി, ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ ഇങ്ങനെ തന്നെയല്ലേ? അപ്പോൾ അടുത്ത് രോഹിത്തിനോട് ചോദിക്കുകയാണ്, എടാ കോളേജിൽ പോകണമെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങിപ്പോയിട്ട് ക്ലാസ്സും കട്ട് ചെയ്ത് ഒരു പെണ്ണിനെ വിളിച്ചും കൊണ്ട് വീട്ടിനകത്ത് മുറി അടച്ചിരിക്കുന്നത് ശരിയാണോടാ? നീ എന്ത് തരികട പണിയാടാ കാണിക്കാൻ? അത് അച്ഛൻ അറിയണ്ട. ഞാൻ പ്രായപൂർത്തിയായവനെ, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. അച്ഛൻ എൻ്റെ കാര്യത്തിൽ തലയിടേണ്ട ആവശ്യമില്ല. ഇത്രയും പറയണത് ഒരു ഒറ്റ അടി അങ്ങോട്ട് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. തലയിടേണ്ടല്ലേടാ, നിൻ്റെ ചിലവും കാര്യങ്ങളും നോക്കുന്ന എനിക്ക് നിന്നിൽ അവകാശമില്ലെന്നാണോ? ഓരോ തോന്നിയവാസങ്ങളും കാണിച്ചിട്ട് മുട്ടാമട്ട ന്യായം പറയണല്ലേ എന്നും പേടിച്ച് പോവാട്ടോ റൂബി. അടി കിട്ടിയപ്പോഴത്തേക്കിനും ഇനി തനിക്കും കിട്ടുമോ? എന്നിട്ട് റൂബിയോട് ചോദിക്കാം, ഒരു കാര്യം ചെയ്യും, നിൻ്റെ അച്ഛൻ എവിടെയാ? ആരാ? അല്ല അത് റൂബി സക്കറിയ എന്നാ പേര്. അതെവിടെയാ? എന്താ ജോലി? ജംഗ്ഷനിൽ ഒരു ലെതർ മാർട്ട് ഇട്ടിട്ടുണ്ട്. ഓ ഒരു ചെരുപ്പ് കട ഇട്ടേക്കണം അല്ലേ? മനസ്സിലായി. എൻ്റെ ഉണ്ട് അയാളുടെ നമ്പർ. ഒരു കാര്യം ചെയ്യാം, പാവം പിടിച്ച അച്ഛനും അമ്മയൊക്കെ കോളേജിൽ മക്കളെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു വിടും. പെൺപിള്ളേർ ക്ലാസ്സും കട്ട് ചെയ്ത് ആൺപിള്ളേരെ കൂടെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കും. അവന്മാർ വിളിക്കുന്നിടത്തെല്ലാം ചെല്ലുകയും ചെയ്യും. അവസാനം വല്ലതും ഒപ്പിച്ച് വെച്ചുകൊണ്ട് കരഞ്ഞ് കാല് പിടിച്ച് വീട്ടിൽ ചെന്ന് ചെല്ലുകയും ചെയ്യും. ഇതാണ് നടക്കുന്നത്. നീ ഇപ്പം എന്താ പറഞ്ഞത്? നീ ന്യൂ ജനറേഷനാണെന്നല്ലേ? ഒരു കാര്യം ചെയ്യും, ഞാൻ നിൻ്റെ അച്ഛനെ വിളിക്കാൻ പോവാം. നിൻ്റെ അച്ഛനിവിടെ വരട്ടെ. വരുമ്പോൾ നിൻ്റെ അച്ഛനോ ചോദിക്കും. അപ്പോൾ നിൻ്റെ അച്ഛനോടും ഇതേ ഡയലോഗ് തന്നെ പറയണം. അയ്യോ അങ്ങളെ വിളിക്കില്ലേ അങ്ങളെ, സോറി. എന്ത് വിളിക്കില്ലെന്നും? ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കണം. കൈയോടെ പിടിച്ച് മാതാപിതാക്കളെ ഏൽപ്പിക്കേ വേണ്ടത്. നീ അങ്ങോട്ട് മാറിക്കെന്നും പറഞ്ഞിട്ട് ഫോൺ എടുക്കാട്ടോ. ഫോൺ എടുത്ത് ഡയൽ ചെയ്യാൻ പോണതും പെട്ടെന്ന് റൂബി ആ കൈയെടുത്ത് തൊഴുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങളെ ചതിക്കല്ലേ, എനിക്ക് എൻ്റെ അച്ഛനും അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. ദേവി ഇത് എന്നെ ചതിക്കരുത്. ആരാ ചതിച്ചത്? ഞാനാണോ? മേലിൽ ഇമ്മാതിരി തെമ്മാടിത്തരങ്ങൾ കാണിക്കാൻ നിന്നാ ഇനി ഞാൻ ഇതായിരിക്കില്ല എൻ്റെ മറുപടി. മനസ്സിലായല്ലോ? ഓരോരുത്തന്മാർ വിളിക്കുമ്പം പുറകെ ഇറങ്ങി അങ്ങ് പൊക്കോളും. പറഞ്ഞാൽ മനസ്സിലായോ? മര്യാദയ്ക്ക് നീ പൊക്കോ. അങ്ങനെ റൂബി ഓടിച്ചെന്ന് ബാഗെല്ലാം എടുത്ത് പോവാൻ പോവാം. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, ഒറ്റയ്ക്ക് പോവോ? ഞാൻ പൊക്കോളാം അങ്ങളെ എന്നും പറഞ്ഞ് പേടിച്ച് പറിച്ച് അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടം ഓടിപ്പോവാട്ടോ. അപ്പോഴത്തേക്കിനും ഇവിടെ രോഹിതിനെ കലിയെന്ന് പറഞ്ഞാൽ കട്ടക്കലിയായി. വിചാരിക്കുന്നത് ഒന്നും നടക്കുന്നില്ല. അലീനയുടെ അടുത്ത് പോയാൽ അവൾ സമ്മതിക്കുന്നില്ല. വേറൊരുത്തിയെ കൊണ്ടുവരുമ്പോൾ അതും അവൾ സമ്മതിക്കുന്നില്ല. ദുഷ്ടത്തി, അവൾ ഇത്രയും പ്രശ്നങ്ങൾ എനിക്കെതിരായിട്ട് നിൽക്കുന്നു. ഇതിങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ല. അവളെ കൊല്ലാനുള്ള കലിയോടുകൂടി റൂമിനകത്തേക്ക് കയറി അവിടെ മുഴുവനും വലിച്ചു വാരിയിടുവാട്ടോ. രോഹിത്ത് കണ്ണി കണ്ടതെല്ലാം വലിച്ച് എറിഞ്ഞൊരു മയക്കുമരുന്ന് അഡിക്റ്റായ ഒരാൾ ഭ്രാന്തെടുത്ത് ചെയ്യുന്നത് പോലെ രോഹിത്ത് കാണിക്കുക. ഇത് കണ്ടിട്ട് ബാലചന്ദ്രൻ തന്നെ അത്ഭുതപ്പെട്ടു പോവുക. ബാലചന്ദ്രനെ കയറി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താടാ ഈ കാണിച്ച് വെച്ചേക്കുന്നത്? നീ എന്തുവായി കാണിച്ച് വെച്ചിരിക്കുന്നത്? നിനക്കെന്താ തലയ്ക്ക് എന്തോ ഓളമുണ്ടോ? തലയ്ക്ക് എന്താ സുഖമില്ലേ? എന്നോട് സംസാരിക്കാൻ വന്നു പോകരുത്. ഇപ്പോൾ മര്യാദയ്ക്ക് അച്ഛൻ പുറത്തിറങ്ങ്. ഇങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരിക്കട്ടോ. അതോടെ ബാലചന്ദ്രൻ്റെ മകൻ്റെ ഏകദേശ രൂപവും സ്വഭാവവും ഒക്കെ മനസ്സിലായി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ അച്ഛനെതിരെ
ഒരു പാര വയ്ക്കണം, അതുപോലെ തന്നെ അലീനയ്ക്കെതിരെയും ഒരു വലിയൊരു പാര പണിയണം എന്നുള്ള ഒരു തീരുമാനത്തിൽ നേരെ ഹരിയെ കാണാം എന്നുള്ള തീരുമാനത്തിൽ പോവാട്ടോ രോഹിത്. ഹരിയോട് പോയി ഈ കാര്യങ്ങളെല്ലാം ഒന്ന് സംസാരിക്കണം, അവനാണല്ലോ ഇവൻ്റെ ഗുരു. അതിനുവേണ്ടി നേരെ അങ്ങോട്ട് പോവാട്ടോ. എപ്പിസോഡ് തീരുക. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്